ആ ജീവനാന്തം ഞങ്ങളുടെ ജീവിതം തകർക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല അരുന്ധതി. എന്റെ ഭാര്യയെ സംരക്ഷിക്കാൻ ഞാനുണ്ട്. നിങ്ങൾക്ക് വലുത് പ്രതികാരമായിരിക്കും, പക്ഷേ എനിക്ക് വലുത് എന്റെ ഭാര്യ. മിസ്റ്റർ സിദ്ധാർത്ഥൻ ചന്ദ്രു, അരുന്ധതിയെ വെല്ലുവിളിക്കുന്നത് സൂക്ഷിച്ചു വേണം. എന്താ വെല്ലുവിളിയോ? അങ്ങനെയാണോ തോന്നിയത്? സിദ്ധാർത്ഥൻ അയാൾക്ക് തുല്യരായവരെ മാത്രമേ വെല്ലുവിളിക്കൂ. നിങ്ങൾ എനിക്കൊരു എതിരേയല്ല. അതുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ്. തല്ലുകൊണ്ട് ശരീരം കേടാവണ്ടെങ്കിൽ മാറി നടക്കാൻ പറയില്ലേ, അങ്ങനെ അത്രയേ ഉള്ളൂ. എല്ലൊടിയുന്നത് ആർക്കാണെന്ന് കാണാം മിസ്റ്റർ സിദ്ധാർത്ഥൻ. എന്തായാലും ഇതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. ആയിക്കോട്ടെ, വില ക്യാഷായിട്ട് വേണോ ചെക്കായിട്ട് വേണോ എന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ മകന് സംഭവിച്ചു പോയ ദുരനുഭവത്തിൽ പ്രഭയ്ക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും സങ്കടമുണ്ട്. പക്ഷേ അതും മനസ്സിലിട്ടുകൊണ്ട് പ്രതികാരം ചെയ്യാൻ എൻ്റെ വീട്ടുകാർക്ക് നേരെ വന്ന ദുഃഖിക്കേണ്ടി വരും. പിന്നെ സ്വന്തം അമ്മയുടെ സ്ഥാനത്താ ദേവിക മോള് അരുന്ധതി മാഡത്തെ കാണുന്നത്. അവളുടെ മനസ്സിൽ നിങ്ങൾ കൊടുത്ത സ്നേഹം അതങ്ങനെ തന്നെ ഇരിക്കുന്ന നല്ലത്. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കണം. മനസ്സിലായല്ലോ പ്രഭ? താങ്ക് യു സിദ്ധു. ഇത്ര കരുണയോടെ സ്നേഹത്തോടെ എന്നെ ചേർത്ത് നിർത്തിയതിന്. എന്റെ ഭാര്യ എന്നോട് ചേർത്ത് നിർത്തുന്നതിന് നന്ദിയുടെ ആവശ്യമൊന്നുമില്ല പ്രഭ. അറിയാം സിദ്ധു, വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ മനസ്സിൽ ജയിലും കോടതിയും ഒക്കെ ആയിരുന്നു. പക്ഷേ അരുന്ധതിക്ക് മറുപടി കൊടുത്ത് അവിടുന്ന് ഇറക്കിക്കൊണ്ടുവന്നിട്ട് എത്ര നേരമായി. ഇതുവരെ കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി സിദ്ധു ചോദിച്ചു പോലുമില്ല. തന്റെ മനസ്സൊന്ന് ശാന്തമാകുമ്പോ പറയുന്നു കരുതി. ഇനി ചോദിക്കാം. അരുന്ധതിയുടെയും മകന്റെയും കാര്യങ്ങൾ ഞങ്ങളിൽ നിന്നൊക്കെ എന്തിനാ മറച്ചു വയ്ക്കാൻ പോയത്? നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട്. ഞാൻ ചെയ്തു പോയൊരു പ്രവൃത്തി എന്റെ കുടുംബത്തെ വിഷമിപ്പിക്കരുതെന്നും വേട്ടയാടരുതെന്നും ആഗ്രഹിച്ചതുകൊണ്ട്. പിന്നെ ലീനയുടെ മരണം എന്നെ വല്ലാതെ തളർത്തിയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. ചെയ്യുന്നത് തെറ്റായാലോ എന്ന് സംശയിച്ചു. എല്ലാം മനസ്സിൽ സൂക്ഷിച്ചു. പോട്ടെ, ഇനി കഴിഞ്ഞതൊന്നും ഓർക്കണ്ട. അന്നത്തെ ആ ദുരന്തത്തിന് ഇന്നിപ്പോ ഏറ്റവും നല്ല അവസാനം ഉണ്ടാവുക. ഞാൻ തോറ്റുപോകുന്നു കരുതിയ സ്ഥലത്ത് സിദ്ധു വന്നെന്നെ ജയിപ്പിച്ചു. ജീവിത പങ്കാളിയുടെ ശക്തി, ധൈര്യം ഒക്കെ ഞാൻ അനുഭവിച്ചറിഞ്ഞു. താങ്ക്സ് സിദ്ധു. അതിനെന്തിനാ താങ്ക്സ് പറയുന്നത്? അതെന്റെ ഔദാര്യമല്ല, കടമയല്ലേ. എന്റെ ഭാര്യ ഒരിടത്തും തോറ്റുപോലെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാ ദേവിക്കെതിരെ മത്സരിക്കുന്നതിനെ ഞാൻ എതിർത്തത്. അവളുടെ കുടുംബം ഒരു പ്രത്യേക ഘട്ടത്തിലാണ്. ദേവിക MLA ആയ ഇവിടുന്ന് അങ്ങോട്ട് ചന്ദ്രനൊത്ത് സന്തോഷത്തോടെ പോകണോ പഴയതുപോലെ പ്രശ്നങ്ങളായി മുന്നോട്ട് പോകണോ എന്ന് തീരുമാനിക്കേണ്ടത് താനാണ്. ബാക്കി ആർക്കും അതിലൊന്നും ചെയ്യാനില്ല. അരുന്ധതിയുടെ കാര്യം താൻ ഇനി ചിന്തിക്കുകയും വേണ്ട. അത് എനിക്ക് വിട്ടേ. നമുക്ക് പോവാം. ഞാൻ ഡ്രൈവറെ വിളിക്കാം. താൻ വണ്ടിയിലോട്ട് കയറിയിരിക്കും.